ഇനി നമ്മള് പഠിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ്. അതെങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. നമുക്കറിയാം ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ആസ് പ്രൈസ് ഇൻക്രീസസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡിന്റെ ഐഡിയ അതാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നു ഹൗ ഡിമാൻഡ് ചേഞ്ചസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ആൻഡ് ഇൻകം. ബേസിക്കലി നമ്മൾ ഇൻകം എന്നുള്ളത് പിന്നെയാണ് കൺസിഡർ ചെയ്യാറ്. അപ്പം നമ്മൾ ഒരു പ്രൈസ് ചേഞ്ച് വന്നാൽ എന്തുകൊണ്ടാണ് ഒരു കൺസ്യൂമറിന്റെ ഡിമാൻഡഡ് ക്വാണ്ടിറ്റിയിൽ ഒരു ചേഞ്ച് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് അതിന് ബേസിക് ഉത്തരം എന്ന് പറയുന്നത് ഒരു പ്രൈസ് എഫക്റ്റ് ആണ് അവിടെ വർക്ക്ഔട്ട് ആവുന്നത്. അതായത് പ്രൈസ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഒരു എഫക്റ്റ്, അതായത് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു 1 യൂണിറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അതിനെയാണ് നമ്മൾ പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് DXI/DPI, അതായത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ പ്രൈസ്. അതാണ് പ്രൈസ് എഫക്റ്റ്. ഈ പ്രൈസ് എഫക്റ്റ് തന്നെ നമുക്ക് എന്താക്കാം, അതിൽ തന്നെ 2 കോമ്പണൻസ് ആണുള്ളത്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഒന്ന് ഇൻകം എഫക്റ്റും. അതാണ് നമ്മൾ ഇവിടെ എന്താക്കുന്നത്, സ്ലട്സ്കി ഇക്വേഷനിലൂടെയും സ്ലട്സ്കി ആൻഡ് ഹിഗ്സിന്റെ ഗ്രാഫിക്കൽ പ്രസന്റേഷനിലൂടെയും സ്ലട്സ്കിയുടെ ഇക്വേഷനിലൂടെയും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു പ്രൈസ് ചേഞ്ചിലൂടെ വരാൻ പോകുന്ന അതിന്റെ ഒരു ഇഫക്റ്റ്, കൺസ്യൂമറിന്റെ കൺസംഷനിലെ ഇഫക്റ്റ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് അണ്ടർ കോൺസ്റ്റന്റ് റിയൽ ഇൻകം. അതേപോലെ ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഫോർ എ ചേഞ്ച് ഇൻ റിയൽ ഇൻകം. ഇവിടെ കോൺസ്റ്റന്റ് ഇൻകം ആണ്, ഇവിടെ ചേഞ്ച് ഇൻ റിയൽ ഇൻകം ആണ്. കോൺസ്റ്റന്റ് റിയൽ ഇൻകം ആണ്, ഇവിടെ ചേഞ്ച് ഇൻ റിയൽ ഇൻകം ആണ്. അത് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇതിൽ നോർമൽ ഗുഡിന്റെയും ഇൻഫീരിയർ ഗുഡിന്റെയും ന്യൂട്രൽ ഗുഡിന്റെയും എഫക്ട് ചെറിയതായിട്ട് മാറ്റേണ്ട. നമ്മൾ നോർമൽ ഗുഡ് മാത്രമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഹിഗ്സിൻ ഗ്രാഫിക്കൽ പ്രസന്റേഷനിലൂടെയും സ്ലട്സ്കി ഇക്വേഷനിലൂടെയും നമ്മൾ ഡീൽ ചെയ്യുന്നത് നോർമൽ ഗുഡ് ആണ്. ഇതിൽ ഇൻകം എഫക്റ്റിൻ്റെത് എപ്പോഴും നോർമൽ ഗുഡിന് പോസിറ്റീവ് എഫക്റ്റും പോസിറ്റീവ് ഔട്ട്കമും, ഇൻകം ഇൻഫീരിയർ ഗുഡിന് നെഗറ്റീവ് എഫക്റ്റ് ആണ് ഇതിനുണ്ടാവാറ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രൈസ് ചേഞ്ച്, എങ്ങനെയാണ് കൺസ്യൂമറിന്റെ ഡിമാൻഡിൽ ചേഞ്ച് വരുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. അതിൽ നമ്മൾ ഇൻകമും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും നമ്മൾ പറയും. അതായത് നമുക്കറിയാം ഡിമാൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് നമുക്കറിയാം. അത് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കമ്മോഡിറ്റി ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ ഡിക്ലൈൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ആൻഡ് ഇൻകം. ഇൻകം നമ്മളിവിടെ നോക്കില്ല, പ്രൈസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്താണ് പ്രൈസ് എഫക്ട്? പ്രൈസ് എഫക്ട് എന്ന് പറയുന്നത് പ്രൈസ് എഫക്ട് ഈസ് എ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു 1 യൂണിറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ ഒരു ചേഞ്ച് വരുന്നതിനനുസരിച്ച് ഒരു യൂണിറ്റ് പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഡിമാൻഡിൽ എത്രത്തോളം മാറ്റം വരുന്നുള്ളതാണ് പ്രൈസ് എഫക്ട് പറയുന്നത്. ഈ ഒരു പ്രൈസ് എഫക്ട് തന്നെ നമുക്ക് എന്താക്കാം, 2 കാറ്റഗറി ആയിട്ട് ഡീകമ്പോസ് ചെയ്യാം. അതായത് ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും. ഇത് രണ്ടും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടാണ് ടോട്ടൽ പ്രൈസ് എഫക്ട് ആയിട്ട് വരുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അതിന്റെ ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡിന്റെ ലെവൽ മാറും. അപ്പൊ അതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് നോക്കുന്നത്. പക്ഷെ അണ്ടർ കോൺസ്റ്റന്റ് റിയൽ ഇൻകം, അത് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ മനസ്സിലാവും. അതായത് നമ്മുടെ ബജറ്റ് ലൈൻ മാറുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. കോൺസ്റ്റന്റ് റിയൽ ഇൻകം, റിയൽ ഇൻകത്തിൽ മാറ്റം വരുന്നില്ല. റിയൽ ഇൻകം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ബജറ്റ് ലൈൻ എന്നുള്ളത്. ഇനി ഇൻകം എഫക്ട് എന്താണെന്ന് ചോദിച്ചാൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഫോർ എ ചേഞ്ച് ഇൻ റിയൽ ഇൻകം. ആ റിയൽ ഇൻകം അതായത് ബജറ്റ് ലൈനിൽ ചെറിയ മാറ്റം വരും. അപ്പൊ എങ്ങനെയാണ് എത്ര മാറ്റമാണ് വന്നത് എന്നുള്ളതാണ് ഇൻകം എഫക്ട് കാണിക്കുന്നത്. ഇനി ഇൻകം എഫക്റ്റിൻ്റെത് ഓരോ ടൈപ്പ് ഗുഡിനും ഡിഫറെന്റ് എഫക്റ്റ് ആണ് വരുന്നത്. നോർമൽ ഗുഡിന് പോസിറ്റീവ് എഫക്റ്റ് ആണ് വരുന്നത്. അതായത് പ്രൈസ് ചേഞ്ച് വന്നാൽ നോർമൽ ഗുഡ് ആണെങ്കിൽ അതില് നോർമൽ അതിന്റെ ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് പോസിറ്റീവ് ആയിട്ടാണ് എഫക്ട് ചെയ്യുക. ഇൻഫീരിയർ ഗുഡ് ആവുമ്പോൾ ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്താണ് ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയാണ് ചെയ്യുക. അപ്പൊ നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉള്ളത്. ഇനി നമ്മള് അടുത്ത സ്ലൈഡിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ഇത് ഞാൻ വരച്ച ഒരു ഗ്രാഫാണ്. ഇത് അത്ര ക്ലിയർ അല്ല, സ്റ്റിൽ ഞാൻ എന്റെ മാക്സിമം ശ്രമിച്ചതാണ്. അപ്പോ നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് പോലെയല്ല, ഞാൻ കുറച്ച് ന്യൂമറിക്കൽ വാല്യൂസ് കൊടുത്തിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തതാണ്. ഇതിൽ നമ്മൾ എക്സ് ആക്സിസിൽ X1 കമ്മോഡിറ്റിയും Y ആക്സിസിൽ X2 കമ്മോഡിറ്റിയാണ് നമ്മൾ ഇവിടെ
പ്രസന്റ് ചെയ്തത്. ആഹ് ഇവിടെ നമുക്കുള്ളത് ഫസ്റ്റ് നമ്മൾ കണ്ടത് IC1 എന്ന ഇൻഡിഫറൻസ് കർവിൽ AB എന്ന ബജറ്റ് ലൈൻ. ഈ ഒരു ബജറ്റ് ലൈനിൽ E0 എന്ന പോയിന്റിലാണ് ഇവിടെ ഇക്വിലിബ്രിയം പോയിന്റ് ഉള്ളത്. അതായത് കൺസ്യൂമറിന് ഒപ്റ്റിമം യൂട്ടിലിറ്റി കിട്ടുന്ന, ഒപ്റ്റിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ബണ്ടിൽ ഇവിടെ കിടക്കുന്നത് E0 പോയിന്റിലാണ്. അതായത് 5 യൂണിറ്റ് X1ഉം 12 യൂണിറ്റ് X2ഉം ഉള്ള ബണ്ടിൽ, അതായത് അതടങ്ങിയ ബണ്ടിലാണ് അയാൾക്ക് ഒപ്റ്റിമം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ യൂട്ടിലിറ്റി നൽകുന്നത്. ഇനി സപ്പോസ് ഇഫ് പെട്ടെന്ന് പ്രൈസ് ഓഫ് X1 കമ്മോഡിറ്റി എന്താണ് കുറയാണെന്ന് വിചാരിക്കാം. X1 കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുമ്പം അതിന്റെ എഫക്റ്റ് ആയിട്ട് നടക്കാൻ പോകുന്നത് നമ്മുടെ ബജറ്റ് ലൈൻ റൈറ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. അതായത് A-Bയിൽ നിന്നും A-Cയിലേക്ക് മാറും. എ എന്ന ഇന്റർസെക്ട് പോയിന്റ് മാറാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ പ്രൈസ് ഓഫ് X1 മാത്രമേ മാറിയിട്ടുള്ളൂ, X2 മാറിയിട്ടില്ല. അപ്പോൾ എ എന്ന പോയിന്റ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. പക്ഷേ സി എന്ന പോയിന്റിലേക്ക് നമ്മൾ X1 കൺസംഷൻ മാറും. അതായത് ഈ ഒരു പ്രൈസ് ചേഞ്ചിലൂടെ സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അവിടെ ആ കൺസ്യൂമറിന് ഒപ്റ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഹയർ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് E1 പോയിന്റിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. IC2 എന്ന ഇൻഡിഫറൻസ് കർവാണ്. അയാൾക്ക് ആ ഒരു ഇൻക്രീസ് ഇൻ ബജറ്റ് അതുകൊണ്ട് അല്ലെങ്കിൽ ബജറ്റ് ലൈൻ മാറുന്നത് കൊണ്ട് അയാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൽ ഈ ഒരു എഫക്ട്, അതായത് E0യിൽ നിന്നും E1ലേക്ക് പോകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വരുന്നത് നടന്നത് X1 കമ്മോഡിറ്റി 5ൽ നിന്നും 15ലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ ഇഫക്റ്റ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ A to B ആ ഒരു ഏരിയ, അതായത് ഇവിടെയുള്ള എയും ഈ ഒരു ബി എന്നുള്ള ഈ ഒരു പോയിന്റിലേക്കും എത്താൻ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അതാണ് ടോട്ടൽ ഇഫക്റ്റ് കാണിക്കുന്നത്. അതായത് 15 മൈനസ് 5 10. അതായത് ഈ ഒരു പ്രൈസ് ചേഞ്ചിന്റെ എഫക്ട് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി 10 ക്വാണ്ടിറ്റിയാണ് അതിൽ മാറ്റം വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് പ്രൈസ് എഫക്റ്റിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആയിട്ടും ഇൻകം എഫക്റ്റ് ആയിട്ടും ഡീകമ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് മുന്നിൽ നമ്മൾ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എപ്പോഴാണ് നടക്കുന്നത് വെച്ചാൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് അണ്ടർ കോൺസ്റ്റന്റ് റിയൽ ഇൻകം. അതായത് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ബജറ്റ് ലൈന് മാറാൻ പറ്റില്ല, കോൺസ്റ്റന്റ് ആണ് റിയൽ ഇൻകം എന്നുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് പറയുന്നത് ഈ ചേഞ്ച് ഇൻ പ്രൈസ് വന്നത് കൊണ്ടുള്ള ബജറ്റ് ലൈനിന്റെ പാരലായിട്ട് ഡൗൺവേർഡ് ആയിട്ട് നമ്മൾ ഒരു ലൈന് വരക്കുകയാണ് ചെയ്യുന്നത്. ബജറ്റ് ലൈൻ വേർന്ന് വരക്കുന്നു, വിച്ച് വിൽ ഇന്റർസെക്ട് ഓർ ബി ടാൻജന്റ് ടു ദ പ്രീവിയസ് ഇൻഡിഫറൻസ് കർവ്. ആ സെയിം യൂട്ടിലിറ്റിയിലുള്ള ടാൻജന്റ് ആവുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പുതിയ ബജറ്റ് ലൈനിന് പാരലായിട്ട് ഡൗൺവേർഡ് ആയിട്ട് പുതിയൊരു ബജറ്റ് ലൈൻ വരക്കുന്നു. അതാണ് A-C- എന്ന ബജറ്റ് ലൈൻ. ഈ ബജറ്റ് ലൈൻ E2 എന്ന പോയിന്റിൽ എന്താ പറയുക IC1ഉമായിട്ട് ടാൻജന്റ് ആവുന്നു. ഈ ഒരു പോയിന്റിൽ കൺസ്യൂമറിന്റെ കൺസംഷൻ എന്ന് പറയുന്നത് X1 കമ്മോഡിറ്റി 9 യൂണിറ്റ് ആണ് കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്രൈസ് ചേഞ്ചിന് മുമ്പ് കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നത് 5 യൂണിറ്റ് ഓഫ് X1 ആണ്. ഇപ്പൊ അത് 9 യൂണിറ്റ് ആയി മാറിയിട്ടുണ്ട് അണ്ടർ കോൺസ്റ്റന്റ് റിയൽ ഇൻകം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് കവർ ചെയ്യുന്നത്. അതായത് A to C എന്ന പോയിന്റ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് കവർ ചെയ്യുന്നത്. അതായത് 9 മൈനസ് 5 4 യൂണിറ്റ് ഇൻക്രീസ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് കാരണം ഇവിടെ കൺസ്യൂമറിന് വന്നിരിക്കുന്നത്, മാറ്റം വന്നിരിക്കുന്നത് അയാളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ. ഇൻകം എഫക്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ റിയൽ ഇൻകം എന്താണെന്നില്ല കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നില്ല. വി ആർ ലുക്കിംഗ് അറ്റ് ദ എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് എന്നുള്ളതാണ്. അതായത് പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അണ്ടർ ചേഞ്ച് ഇൻ റിയൽ ഇൻകം, ഇവിടെ റിയൽ ഇൻകം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. AC എന്ന ബജറ്റ് ലൈനിൽ റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്തു. റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ തീർച്ചയായും അയാൾ ഹയർ യൂട്ടിലിറ്റി നൽകുന്ന ഇൻഡിഫറൻസ് കർവിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് IC2 എന്ന കർവ്. ആ IC2 എന്ന കർവ് പുതിയ AC എന്ന ബജറ്റ് ലൈനിനെ ടാൻജന്റ് ആവുന്ന പോയിന്റ് ആണ് E1 എന്നുള്ളത്. E1 എന്ന പോയിന്റിൽ കൺസ്യൂമറിന് 15 യൂണിറ്റ് ഓഫ് X1 കൺസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ടോട്ടൽ പ്രൈസ് എഫക്റ്റിൽ നിന്നും ഇൻകം എഫക്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 15 മൈനസ് 9, അതായത് 9 വരെയുള്ള ചേഞ്ച് എന്ന് പറയുന്നത് കൺസ്യൂമറിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് ആണ്. ഇതിൽ നിന്നും 15ൽ നിന്നും 9 മൈനസ് ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയ C to B എന്നുള്ള ഏരിയ ആണ് ഈ ഒരു കൺസ്യൂമറിന്റെ ഏരിയ ആണ് കൺസ്യൂമറിന്റെ ഇൻകം എഫക്ട് ആയിട്ട് വരുന്നത്. ഇത് ഇൻകം എഫക്റ്റും ഇവിടെ നിന്നുള്ള ഇത്
സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആയിട്ടും വരും. ഇനി ഇവിടെ ന്യൂമറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ 15 - 9 അതായത് 6, ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് ശരിക്കും കിട്ടേണ്ടത്, കണക്ക് പ്രകാരം നമുക്ക് കിട്ടേണ്ടത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് പ്ലസ് ഇൻകം എഫക്ട് ഈസ് ഈക്വൽ ടു ദ പ്രൈസ് എഫക്ട്. ഇത് രണ്ടും 4 + 6 ഈസ് ഈക്വൽ ടു 10. ഇതാണ് ടോട്ടൽ പ്രൈസ് എഫക്ട് ഗ്രാഫിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. ഇത് ടെക്സ്റ്റിലില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ രീതിയിൽ ഒന്ന് മാറ്റി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. സ്ലെസ്കി തിയറം എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രൂവ്സ് പ്രൈസ് ഇഫക്ട് ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട് പ്ലസ് ഇൻകം ഇഫക്ട്. അതാണ് നമ്മൾ ഇവിടെ കാണിച്ചത്. പ്രൈസ് എഫക്ട് ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്ട് പ്ലസ് ഇൻകം എഫക്ട് എന്നുള്ളത്. പിന്നെ നമ്മൾ ഇക്സിൻ അപ്രോച്ച് വെച്ചിട്ടാണ് ഈ ഒരു ഗ്രാഫ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഞാൻ അവിടെ വരച്ചതുപോലെ തന്നെ നൊട്ടേഷൻ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ന്യൂമറിക്കൽ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടില്ല. അതേപോലെ ഇവിടെയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. AB എന്നുള്ളതാണ് ഫസ്റ്റത്തെ ബജറ്റ് ലൈൻ. ICU0 എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഇൻഡിഫറൻസ് കർവ്. E0 എന്ന പോയിന്റിലാണ് ഫസ്റ്റത്തെ കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം കിടക്കുന്നത്. അതായത് X10 യൂണിറ്റ് ഓഫ് X1 ആണ് കൺസ്യൂമർ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അത് പ്രൈസ്, അതായത് X1ന്റെ കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുന്നു. അതുകൊണ്ട് ബജറ്റ് ലൈനിൽ ഒരു ഷിഫ്റ്റ് വരുന്നു. AC എന്ന ബജറ്റ് ലൈൻ വരുന്നു. അപ്പൊ അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഹയർ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ICU1 ആണ്. അവിടെയുള്ള ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് E1 ആണ് കൺസ്യൂമറിന്. ഇനി ഇത് ടോട്ടൽ ഈ ഒരു X10 to X-1 എന്നുള്ളത് ടോട്ടൽ പ്രൈസ് എഫക്റ്റ് ആയിട്ട് മാറുന്നു. കൺസ്യൂമർ ടോട്ടൽ പ്രൈസ് ഇഫക്റ്റ് ആണ് ഈ ഇവിടെ കാണുന്നത്. ഇനി ഇത് നമ്മൾ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഇൻകം എഫക്റ്റ് ആയിട്ടും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആയിട്ടും ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിന്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. അണ്ടർ കോൺസ്റ്റന്റ് റിയൽ ഇൻകം ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻകം ബജറ്റ് ലൈൻ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബജറ്റ് ഇൻകം പ്രൈസ് ചേഞ്ച് വന്നാൽ എന്തായാലും ഇങ്ങനൊരു കൺസ്യൂമറുടെ ഇൻകത്തിൽ ചെറിയൊരു മാറ്റം വരും. അത് നമ്മൾ കൺസിഡർ ചെയ്യാതെ അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് ഈ ഒരു ബജറ്റ് ലൈനിന് ടാൻജന്റ് ആയിട്ട് നമ്മൾ താഴേക്ക് പാരലൽ ആയിട്ട് ഒരു പുതിയൊരു ഇൻകം കൺസ്യൂമറിന്റെ ഇൻകം ലൈൻ ബജറ്റ് ലൈൻ വരക്കുകയാണ്. അതാണ് ഇവിടെയുള്ള AC' എന്നുള്ളത്. നമ്മൾ അത് വരക്കുന്നു. അത് ഇവിടെ E-1 എന്ന പോയിന്റിൽ ടാൻജന്റ് ആവുന്നു. E-1 എന്ന പോയിന്റിൽ കൺസ്യൂമർ X1 ക്വാണ്ടിറ്റി ഓഫ് X1 കമ്മോഡിറ്റി ആണ് കൺസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ്. ഇനി ഇൻകം, അതായത് കോൺസ്റ്റന്റ് ഇൻകം അല്ലാതെ, കോൺസ്റ്റന്റ് റിയൽ ഇൻകം അല്ലാതെ നമ്മൾ ചേഞ്ച് ഇൻ റിയൽ ഇൻകം നോക്കുന്ന ലൈനാണ് ഈ കാണുന്നത് AC എന്നുള്ളത്. അതിലേക്ക് മാറ്റം വന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ E1 എന്ന പോയിന്റിൽ കൺസ്യൂമർ അയാളുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാണ്. ആ ഒരു പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇതുവരെ ഇതിൽ നിന്നും ഇവിടം വരെയാണ് ഇൻകം എഫക്റ്റ് എന്ന് പറയുന്നത് വരുന്നത്. ആൻഡ് ഹെൻസ് ഇവിടെ ഉള്ളത് ഈ ടോട്ടൽ പ്രൈസ് എഫക്റ്റും. ഈ പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പ്ലസ് ഇൻകം എഫക്റ്റ് എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് നിങ്ങൾ സ്ലെസ്കിയുടെ തിയറി ബേസിക്കലി പറയുന്നത്. എങ്ങനെയാണ് പ്രൈസ് ചേഞ്ച് കൊണ്ട് ഒരു പ്രൈസ് എഫക്റ്റ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഗ്രാഫിക്കലി നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതായത് X1 യൂണിറ്റ് ഓഫ് X1 കമ്മോഡിറ്റി കൺസ്യൂമർ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നു. അപ്പോ ഈ X10 to X1 എന്ന ഫുൾ ഏരിയ എന്ന് പറയുന്നത് പ്രൈസ് എഫക്റ്റ് ആയി മാറുന്നു. X10 to X11 എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആയി മാറുന്നു. X11 to X1 എന്നുള്ളത് ഇൻകം എഫക്റ്റ് ആയിട്ടും നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സ്ലെസ്കി തിയറിയുടെ മാത്തമാറ്റിക്കൽ പ്രസന്റേഷനിലേക്കാണ്. ഇതില് ഫസ്റ്റ് ഓർഡർ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ കണ്ടീഷൻ നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ സെഷനിൽ ഇതിന്റെ 2-3 സ്ലൈഡ് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളത്. അതാണ് നമ്മൾ ഇവിടെ കൊടുത്തത്. അതായത് ലാംഗ്വേജൻ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു, =0 നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ ഒരു സെക്ഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു 3 ഇക്വേഷൻ നമ്മൾ എടുക്കുന്നത്. അതായത് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത് dux1x2 ഡിവൈഡ് ബൈ dx1 മൈനസ് ലാംഡ p1 =0 എന്നും dux1x2 ബൈ dx2 മൈനസ് ലാംഡ p2 =0 എന്നുള്ള സെക്കൻഡ് ഇക്വേഷനും, പിന്നെ മൂന്നാമത്തത് കൺസ്ട്രെയിന്റ് ഇക്വേഷൻ, അതായത്
അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ ആയിട്ട് എടുക്കുന്നത് പറയുന്നത് എം മൈനസ് P1 x1 മൈനസ് P2 x2 ഈസ് ഇക്വൽ ടു 0 എന്നുള്ളതാണ് 3 കണ്ടീഷൻ. ഈ ഒരു 3 കണ്ടീഷൻ നമ്മൾ എന്താക്കാണ് ഇനി ഡിറൈവ് ചെയ്യാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇത് ഫർദർ ചെയ്യുന്നത്. ഫർദർ നമ്മൾ ഈ സെലസ്കി ഇക്വേഷന്റെ ഫുൾ തിയറിയിലേക്ക് എത്തുന്നത്. അതായത് ഇതിൽ ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ കാണുന്നു, സെക്കൻഡ് ഇക്വേഷൻ ഇവിടെ കാണുന്നു, തേർഡ് ഇക്വേഷൻ നമ്മൾ ഇവിടെ കാണുന്നു. ഫസ്റ്റ് നമ്മൾ ഓരോ ഇക്വേഷൻ ആയിട്ട് ഡെറിവേഷൻ നമ്മൾ നടത്തുകയാണ് ചെയ്യുന്നത്, ഡിഫറൻസിയേഷൻ നടത്തുന്നു. ഫസ്റ്റത്തെ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു ഈ പേജിൽ du x1 x2 by dx1 minus lambda pi is equal to 0. അതായത് ഇവിടെ നോക്കിയാൽ മതി, ഈ ഒരു ഏരിയ ആണ് നമ്മൾ എടുത്തത്. ആ ഒരു ഏരിയ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ദിസ് ഈസ് ഈക്വൽ ടു u ഓഫ് x1 ന്യൂട്രലിറ്റി ഓഫ് x1 ബ്രാക്കറ്റ് ഇൻറ്റു x1 x2 മൈനസ് ലാംഡ pi ഈസ് ഈക്വൽ ടു 0. ഈ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിൽ ചെറിയ വേറെ രീതിയിലാണ് കൊടുത്തത്, പക്ഷെ ഇതും ശരി തന്നെയാണ്. ഈ ഒരു ചെയ്ത ഡെറിവേഷനും വളരെ കറക്റ്റ് തന്നെയാണ്. യു ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് d of u x1 into x1 x2 minus d of lambda p1 is equal to 0. ഇത് ടോട്ടൽ ഡെറിവേഷൻ നിങ്ങൾ നടത്തുന്നു. ഇവിടെ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് ലാംഡ ഇൻറ്റു P1 ആണ്. ഇതിന്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ MEC 103 നിങ്ങൾ കാണും. ഇതൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ MEC 103 പഠിക്കും. ഇത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ, മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇത് വരുന്നതെന്ന് പറയുന്നത് ഇതിൽ 1 ഇൻറ്റു dx ഓഫ് 2 പ്ലസ് 2 ഇൻറ്റു dx ഓഫ് 1 ആണ്. അതായത് 1 എന്ന് പറയുന്നത് ഇവിടെ ലാംഡയും 2 എന്ന് പറയുന്നത് P1 ആണ്. അത് നമ്മൾ ഇതേപോലെ ഡിറൈവ് ചെയ്താൽ, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് u x1 ഓഫ് x1 dx1 പ്ലസ് u x2 dx2 മൈനസ് P1 d ഓഫ് ലാംഡ, ഡെറിവേറ്റീവ് ഓഫ് ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ ഡി പി ഐ എന്നുള്ളത് നമുക്ക് കിട്ടും. ഇതാണ് നാലാമത്തെ ഇക്വേഷൻ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇവിടെ നമുക്ക് ഫോർത്ത് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ഈ 3 ഇക്വേഷൻസ് 4, 5, 6 എന്ന 3 ഇക്വേഷൻസ് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതുകയാണ്. അതായത് ഫസ്റ്റ് u x1 എന്നുള്ളത് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടു, ഫോർത്ത് ഇക്വേഷനിൽ നിന്നാണ് കിട്ടുന്നത്. ഇവിടെയുള്ള u x1 x1 d അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ പറയുന്ന രണ്ടാമത് u x1 എന്നുള്ളത് ഫിഫ്ത് ഇക്വേഷൻ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ ഈ മൈനസ് P1 എന്നുള്ളത് സിക്സ്ത് ഇക്വേഷൻ കിട്ടും. ഇതേപോലെ നമ്മൾ എല്ലാം മാറ്റി എഴുതിയിട്ട് ഇത് dx1 ആണ്, dx2 ആണ്, d ലാംഡയുടെ ആണ്, ഈസിക്കൽ ടു ഇത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈസിക്കൽ ടുന്റെ റൈറ്റ് സൈഡിലുള്ള ഫോംസ് ആണ്. അത് നമ്മൾ ഇവിടെയും മാറ്റി എഴുതുന്നു. ഇനി നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യും. അതായത് MEC 103 നിങ്ങൾ പഠിക്കും ക്രാമേഴ്സ് റൂൾ എന്തൊക്കെയാന്നുള്ളത്. അപ്പോ അതിൽ dx1 ഈസ് ഈക്വൽ ടു മെട്രിക്സ് ഓഫ് ദിസ് വൺ ഡിവൈഡഡ് ബൈ ദ ഡിറ്റർമിനൻസ്. ഡിറ്റർമിനൻസ് എന്താണെന്ന് നിങ്ങൾ MEC 103 എന്തായാലും പഠിക്കും. അപ്പോ ഇനി ഇതിന്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് dxi ഈസ് ഈക്വൽ ടു ലാംഡ ഡി പി ഐ d11 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആണ്, പ്ലസ് ലാംഡ ഡി P2 d21 പ്ലസ് ബ്രാക്കറ്റിൽ മൈനസ് ഡി ഡെറിവേറ്റീവ് ഓഫ് m പ്ലസ് x1 d P1 പ്ലസ് x2 d P2 into d31 minus lambda d31 whole divided by the determinant എന്നുള്ളതാണ് നമ്മൾ ഫോർത്ത് ഇക്വേഷൻ ആയിട്ട്, ഇത് ഇക്വേഷൻ നമ്പർ H എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. Hല് നമ്മൾ മാറ്റി ഈ ഒരു ഡെറിവേറ്റീവിന് ഞാൻ H എന്നാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് H എന്ന് മാർക്ക് ചെയ്യാൻ കാരണം ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിലും ഇതിന്റെ H എന്നാണ് അവർ മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അവിടെ ആ ഒരു മെറ്റീരിയലുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ H എന്ന് കൊടുത്തത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ H നെ വെച്ചിട്ടാണ് നമ്മൾ അധിക ഡെറിവേറ്റീവും നെക്സ്റ്റ് ഈ എന്താ പറയുക കണ്ടീഷൻസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രൈസ് എഫക്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. പ്രൈസ് എഫക്റ്റിന്റെ അകത്തുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് m ഈസ് ഈക്വൽ ടു m ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് P2 ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പൊ ഈ ഡി ഓഫ് എമ്മും ഡി ഓഫ് P2 നമ്മൾ സീറോ ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഏത് മുകളിലത്തെ H എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത്
ഇവിടെ P2 ഇല്ല, M ഉം ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് സെയിം ആയിട്ട് താഴെ വരും. ഇവിടെ P2 ഉണ്ട്. അപ്പൊ ഇത് മൊത്തമായിട്ട് ഇവിടെ 0 ആയി പോവും. 1 സെക്കൻഡ്. ഇത് മൊത്തം 0 ആവുന്നു. പിന്നെ ഇവിടെ M വരുന്നു, ഇത് 0 ആവും. ഇതില് M ഇല്ല, P2 ഇല്ല, കുഴപ്പമില്ല. നെക്സ്റ്റ് വൺ ഈസ് ലൈക്ക് ഇവിടെ P2 വരുന്നുണ്ട്, ഇതും 0 ആവും. അപ്പം ബാക്കിയുള്ളത് മാത്രം നമ്മൾ താഴത്തെ ഇക്വേഷനിലേക്ക് കൊണ്ടുപോകും. അതായത് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഇക്വേഷനിലേക്ക്, ഈ ഇക്വേഷനിലേക്ക്, അതായത് ബാക്കിയുള്ള അതൊക്കെ എലിമിനേറ്റ് ആയതിനു ശേഷം ബാക്കിയുള്ളതാണ് ഈ കാണുന്നത്. ഇനി ഇത് നമ്മൾ ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് P1 എന്നുള്ളത് കോമൺ ആണ്. രണ്ട് പ്ലസിന്റെ അപ്പുറവും ഇപ്പുറവും. അപ്പൊ നമ്മളത് പുറത്തേക്ക് എടുക്കുന്നു. അത് കോമൺ ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് എടുക്കും. എന്നിട്ട് അത് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ x1ന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. ഡോൾ x1 ബൈ ഡോൾ P1 ഈസ് ഈക്വൽ ടു lambda d11 by derivative of d plus x1 d31 divided by derivative of d എന്ന പുതിയൊരു ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ എന്ന് പറയുന്നത് ഇൻകം എഫക്ട് ഇതേപോലെ എച്ചിനെ നമ്മൾ കൊണ്ടുവരികയാണ്. അതിലേക്ക് നമ്മൾ ഡി ഓഫ് P1 ആൻഡ് ഡി ഓഫ് P2 ഈസ് ഈക്വൽ ടു 0 ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എച്ച് എന്നുള്ള ഇക്വേഷന് നമ്മൾ കിട്ടുന്നത് ഇങ്ങനെയാണ്. ഡോൾ x1 is equal to minus ഡോൾ m d31 divided by derivative of d. ഇത് നമ്മൾ ഇവിടെ കോമൺ ആയിട്ടുള്ള എമ്മിനെ അല്ലെങ്കിൽ ഇവിടുന്ന് എമ്മിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഡോൾ x1 ഡിവൈഡഡ് ബൈ ഡോൾ എം. ഇവിടെയുള്ള ഡോൾ എം മൈനസ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് ഡോൾ x1 ബൈ ഡോൾ എം ഇസ് ഈക്വൽ ടു d31 ഡിവൈഡഡ് ബൈ 3 എന്നായി മാറും. ഇനി അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിലേക്ക് പോകുമ്പോൾ ഇതേപോലെ നമ്മൾ കാണുന്നത് ഈ തേർഡ് ഫാക്ടറിനെ നമ്മൾ 0 ആക്കിയിടും. അതായത് dm പ്ലസ് x1 dp1 പ്ലസ് x2 dp2 അതേപോലെ dp2 ഇത് രണ്ടും നമ്മൾ 0 ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇങ്ങനെ നമ്മൾ എച്ചിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡോൾ x1 ഈസ് ഈക്വൽ ടു ലാംഡ ഡോൾ P1 d11 ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് d എന്ന് കിട്ടും. ഇനി നമ്മൾ ഇവിടുന്ന് P1 എന്നുള്ളതിനെ ഡോൾ P1 എന്നുള്ളതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോൾ x1 ബൈ ഡോൾ P1 ഇസ് ഈക്വൽ ടു ലാംഡ d11 ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് d. ഇതാണ് നമുക്ക് 9th ഇക്വേഷൻ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഇനി നമ്മൾ 8 and 9 നമ്മൾ നേരത്തെ കിട്ടിയ 7ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പോകുന്നത്. അതായത് ഇവിടെ 9 എന്താണെന്ന് കിട്ടി, അതായത് ഡോൾ x1 ഡോൾ P1 എന്നുള്ളതിന്റെ വാല്യൂ എന്താണെന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ 8ല് ഡോൾ x1 ഡോൾ എമ്മിന്റെ മൈനസ് ഡോൾ x1 ഡോൾ എമ്മിന്റെ വാല്യൂ എന്താണെന്ന് ഇവിടെ കാണുന്നുണ്ട്. നമ്മളത് ഈ ഒരു 7, അതായത് ഈ ഒരു ഇക്വേഷനിലേക്ക് 7 എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ അതിനെ ആ വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ 7th ഇക്വേഷനെ നോക്കുമ്പോൾ 7th ഇക്വേഷൻ ഈ ഒരു 7th ഇക്വേഷൻ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. ലാംഡ d1 ബൈ d x1 d31 ബൈ d. ഇതിലേക്ക് നമ്മൾ ഈ വാല്യൂസ് 8ൽ 9ൽ എന്തായി 9ൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡോൾ x1 ബൈ ഡോൾ P1 ആണ്. അത് നമ്മൾ ഡോൾ x1 ബൈ ഡോൾ P1 ഇവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതേപോലെ ഈ ഒരു വാല്യൂ ഇതിന് നമ്മൾ അവിടെ 8th ഇക്വേഷനിൽ നമുക്ക് കിട്ടിയിരുന്ന വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഡോൾ x1 ബൈ എം എന്നുള്ളതാണ്. അതെ, ഡോൾ x1 ബൈ ഡോൾ എം എന്നുള്ളതാണ് നമുക്ക് അവിടെ കിട്ടിയത്. ഇത് രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഡോൾ x1 ബൈ ഡോൾ P1 ഈസ് ഈക്വൽ ടു ഡോൾ x1 ബൈ ഡോൾ P1 മൈനസ് x1 ഡോൾ x1 ബൈ ഡോൾ എം. ഇതിനെയാണ് സ്ലെറ്റ്സ്കി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കോമ്പൻസേറ്റഡ് ഡിമാൻഡ് കർവ് ആണ്. വാട്ട് ഈസ് കോമ്പൻസേറ്റഡ് ഡിമാൻഡ് കർവ്? അതായത് ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് ഓൺ പ്രൈസ് വൈൽ കീപ്പിംഗ് റിയൽ ഇൻകം ആൻഡ് അതേഴ്സ് കോൺസ്റ്റന്റ്. കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഷോസ് ദ ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് വിച്ച് എ കൺസ്യൂമർ വിൽ ബൈ if his income is compensated for a change in price of that good, that is the quantity he would buy if income effect is eliminated. നമ്മൾ നേരത്തെ പ്രൈസ് എഫക്ട് നോക്കിയതാണ്. പ്രൈസ് എഫക്റ്റും അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റും നോക്കി. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് വരുമ്പോൾ അതെങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഇൻകം അല്ലെങ്കിൽ പ്രൈസ് കുറയോ കൂടുകയോ ചെയ്യുമ്പോൾ അയാളുടെ
ബജറ്റ് ലൈന് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ ഒരു ബജറ്റ് ലൈൻ ഷിഫ്റ്റിനെ നമ്മൾ ചെയ്യാതെ അത് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താക്കാണ് ഈ ഒരു പ്രൈസിന്റെ എഫക്ട് അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ചിന്റെ എഫക്ട് ചെക്ക് ചെയ്യാണ്. അതാണ് കോമ്പൻസേറ്റഡ് ഡിമാൻഡ് കർവ്. ഇത് നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഷിഫ്റ്റിനനുസരിച്ചിട്ട് ഡിമാൻഡ് കർവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. അപ്പോ റൈറ്റ് സൈഡിൽ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് നിങ്ങള് മെറ്റീരിയൽ ഉള്ളതല്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു മെറ്റീരിയലിൽ നിന്ന് എടുത്തതാണ് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ റിയൽ ഇൻകം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഇൻകം ആൻഡ് പ്രൈസ് ആണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. ഇനി ഈ ഒരു റിയൽ ഇൻകത്തിന്റെ കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് അപ്രോച്ച് ആണുള്ളത്. അതായത് ഹിഗ്സിയൻ അപ്രോച്ചും സ്ലെറ്റ്സ്കീസ് അപ്രോച്ചും. നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയലിൽ ഹിഗ്സിയൻ അപ്രോച്ച് മാത്രമാണ് തന്നിട്ടുള്ളത്. ഹിഗ്സിയൻ അപ്രോച്ചിൽ ബേസിക്കലി റിയൽ ഇൻകം ഈസ് മെഷർഡ് ഇൻ ടേംസ് ഓഫ് യൂട്ടിലിറ്റി. മോസ്റ്റ്ലി യൂട്ടിലിറ്റി വരുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിഫറൻസ് കർവ് ആയിരിക്കും. അതേപോലെ കോൺസ്റ്റന്റ് റിയൽ ഇൻകം ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് യൂട്ടിലിറ്റി. അതായത് കോൺസ്റ്റന്റ് റിയൽ ഇൻകം എന്നാണ് കോൺസ്റ്റന്റ് യൂട്ടിലിറ്റി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ ഗ്രാഫിൽ സെക്ഷൻ എയും ഉണ്ട്. മുകളിലത്തെ ഗ്രാഫ് സെക്ഷൻ എയും താഴത്തത് സെക്ഷൻ ബി ആണ്. ഇതിൽ 3 ഡിമാൻഡ് കർവ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സ്ട്രാ നോളജ് എന്നുള്ള രീതിയിൽ മാത്രം തന്നതാണ്. ഇതിൽ ഹിഗ്സിയൻ ഡിമാൻഡ് കർവ് ഉണ്ട്, സ്ലെറ്റ്സ്കിയൻ ഡിമാൻഡ് കർവ് ഉണ്ട്, മാർഷലിയൻ ഡിമാൻഡ് കർവ് ഉണ്ട്. മാർഷലിയൻ ഡിമാൻഡ് കർവ് ആണ് നമ്മൾ പൊതുവെ ഡിമാൻഡ് കർവ് ആയിട്ട് നമ്മൾ പൊതുവെ പഠിക്കുന്നത്. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് മാർഷലിയൻ ഡിമാൻഡ് കർവ് ആണ്. ഇനി ഇവിടെ നോക്കാണ് ഫസ്റ്റത്തെ സെക്ഷനിൽ നോക്കാണ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനും വെച്ചിട്ട് പ്രൈസ് എഫക്ട് എങ്ങനെയാണ് ഒരു പ്രൈസ് ചേഞ്ചിന്റെ എഫക്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതില് PQ എന്നുള്ളതാണ് ആദ്യത്തെ ബജറ്റ് ലൈൻ. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു കമ്മോഡിറ്റി മാർക്കറ്റിൽ ഉണ്ടായിരുന്ന കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം കാണിക്കുന്ന ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് PQ ആണ്. അവിടെ I1 എന്ന ഇൻഡിഫറൻസ് കർവ് 6 എന്ന പോയിന്റിൽ ടാൻജന്റ് ആവുന്നു. കമ്മോഡിറ്റി എക്സ് എ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സ് ഗുഡ് എക്സ് അയാൾ കൺസ്യൂം ചെയ്യുന്നു. ഇനി പെട്ടെന്ന് എന്താവുന്നു, കമ്മോഡിറ്റി എക്സിന്റെ അല്ലെങ്കിൽ ഗുഡ് എക്സിന്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോ അയാൾക്ക് കൂടുതലായിട്ട് കമ്മോഡിറ്റി എക്സ് കൺസ്യൂം ചെയ്യാൻ പറ്റും. അപ്പൊ ബജറ്റ് എന്താവുന്നു, റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, PQ1ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് പറയുന്നതിന് മുമ്പ് ഈ ഒരു പോയിന്റ് നമ്മൾ ആദ്യം നമ്മൾ താഴെ ഡിമാൻഡ് കർവിൽ ജസ്റ്റ് ആ ഒരു പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അതായത് ഫസ്റ്റത്തെ ഇക്വിലിബ്രിയം പോയിന്റിൽ, അതായത് കൺസ്യൂമർ 6 എന്ന പോയിന്റിൽ എ എന്ന ക്വാണ്ടിറ്റി OA കമ്മോഡിറ്റി എക്സ് കൺസ്യൂം ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് P എന്നുള്ളതാണ്. അതായത് ഇവിടെ എക്സ് ആക്സിസിൽ ഗുഡ് എക്സും, അതായത് രണ്ട് കർവിലും എക്സ് ആക്സിസിൽ ഗുഡ് എക്സ് ആണ് നമ്മൾ മാർക്ക് ചെയ്തത്, അതിന്റെ ക്വാണ്ടിറ്റി ആണ് മാർക്ക് ചെയ്തത്. ഇവിടെ താഴത്തെ B സെക്ഷനിൽ Y ആക്സിസിൽ പ്രൈസ് ഓഫ് എക്സ് ആണ്. അതേപോലെ ഫസ്റ്റത്തെ ഗ്രാഫിൽ Y ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് Y ആണ് അവിടെ കാണിക്കുന്നത്. അതിന് മാറ്റമുണ്ട്. അപ്പൊ ഈ ഒരു 6 എന്ന പോയിന്റിൽ ഈ P എന്ന പ്രൈസിൽ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി എക്സ് ഈസ് P. ആ P എന്ന പ്രൈസിൽ OA ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സ് ആണ് കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നത്. ഇനി പ്രൈസ് കുറയുന്നു, അതിൽ ഷിഫ്റ്റ് വരുന്നു. അതുകൊണ്ട് തന്നെ ബജറ്റ് ലൈനിൽ ഷിഫ്റ്റ് അല്ല, ഇത് മൂവ്മെന്റ് ആണ്. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് മൊത്തമായിട്ട് മാറും. ഇത് മൂവ്മെന്റിൽ ഇത് മൂവ്മെന്റ് മാത്രം. ഇപ്പൊ മൂവ് ചെയ്യുന്നു, PQ1ലേക്ക് മൂവ് ചെയ്യുന്നു. അവിടെയുള്ള ടാൻജന്റ് പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് I3 ആണ്, T എന്ന പോയിന്റിൽ. അതായത് ഈ T എന്ന പോയിന്റിൽ നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യുമ്പോൾ P1 എന്ന പ്രൈസിൽ താഴെ T ഇന്റർസെക്ട് ചെയ്യുന്നത് ഈ മാർഷലിയൻ ഡിമാൻഡ് കർവ് കാണിക്കുമ്പോൾ D3 എന്ന ഡിമാൻഡ് കർവിൽ അത് ഇന്റർസെക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് മാർഷലിയൻ ഡിമാൻഡ് കർവ് വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞു, നമ്മൾ കോമ്പൻസേറ്റഡ് ഡിമാൻഡ് കർവിൽ എന്താണ് ഇൻകം എഫക്റ്റ് നമ്മൾ നോക്കില്ല, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് മാത്രമാണ് നോക്കുന്നത്. റിയൽ ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പൻസേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഹിഗ്സിയൻ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അതായത് ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഈ ഹിഗ്സിയൻ അപ്രോച്ചിൽ നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ പഠിച്ചിരുന്നു. അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതായത് ആ പഠിച്ചതിൽ നമ്മൾ ഇൻകം എഫക്റ്റ് നോക്കിയിരുന്നു. ഇനി നമ്മൾ ഇൻകം എഫക്റ്റ് നോക്കില്ല, കാരണം ഹിയർ ദ ചേഞ്ച് ഇൻ റിയൽ ഇൻകം ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് കോമ്പൻസേറ്റഡ്. ഇപ്പൊ നമ്മൾ നേരെ ചെയ്തതുപോലെ വീണ്ടും നമ്മൾ ബാക്ക് ടു I1 കർവ്, അതായത് ഇൻഡിഫറൻസ് കർവ് 1ലേക്ക് നമ്മൾ ആദ്യം എവിടെയായിരുന്നു നമ്മളെ ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടായിരുന്നത്, കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടായിരുന്നു, ആ ഒരു കർവിലേക്ക് വരുന്നു. ഈ ഒരു ഷിഫ്റ്റ് PQ1 എന്ന പ്രൈസ് ചേഞ്ച് കൊണ്ടുണ്ടായ ആ ഒരു ബജറ്റ് ലൈനിന്റെ മൂവ്മെന്റിനെ നമ്മൾ
ഈ ഒരു ഫസ്റ്റത്തെ ഇൻഡിഫറൻസ് കർവിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. അത് നമ്മൾ പാരലൽ ആയിട്ട് ഡൗൺവേർഡ് ഒരു പുതിയൊരു ബജറ്റ് ലൈൻ നമ്മൾ വരക്കുന്നു. MN എന്ന ഒരു ബജറ്റ് ലൈൻ നമ്മൾ വരക്കുകയാണ് ചെയ്യുന്നത്. അത് H എന്ന പോയിന്റിൽ പഴയ ഇൻഡിഫറൻസ് കർവിനെ ഇന്റർസെക്ട് ചെയ്യുന്നു. അത് നമ്മൾ താഴെ മാർക്ക് ചെയ്യുമ്പോൾ ആ പ്രൈസ് വൺ ആണ് ചേഞ്ച് ഇൻ പ്രൈസ് P1. പിയിൽ നിന്നും P1ലേക്കാണ് ഇവിടെ പ്രൈസ് മാറിയത്. അപ്പോഴാണ് ഈ ഒരു ബജറ്റ് ലൈൻ PQലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ ഒരു PQ നമ്മൾ പാരലൽ ആയിട്ട് താഴേക്ക് ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ H എന്ന പോയിന്റിൽ പഴയ നമ്മുടെ IC കർവിനെ ഇന്റർസെക്ട് ചെയ്യുന്നു. അത് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യുമ്പോൾ H എന്ന പോയിന്റ്, അതാണ് ഇവിടെയും H എന്ന പോയിന്റിൽ അത് മീറ്റ് ചെയ്യുന്നു. ഇനി ഈ രണ്ട് പോയിന്റുകൾ R എന്ന പോയിന്റും H എന്ന പോയിന്റും നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് ഹിഗ്സിയൻ ഡിമാൻഡ് കർവ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഇവിടെ നമ്മൾ സെയിം യൂട്ടിലിറ്റി ആണ് വെച്ചത്. കോൺസ്റ്റന്റ് യൂട്ടിലിറ്റി എന്നാണ് നമ്മൾ ഹിഗ്സിയൻ അപ്രോച്ചിന്റെ അകത്ത് നമ്മൾ പറഞ്ഞത്. ഇൻ ടേംസ് ഓഫ് യൂട്ടിലിറ്റി, കോൺസ്റ്റന്റ് യൂട്ടിലിറ്റി. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് മാറ്റാതെ സെയിമിൽ തന്നെ നമ്മൾ ഇത് ഡിമാൻഡ് നമ്മൾ ഡിറൈവ് ചെയ്തത്. ഇനി സ്ലെറ്റ്സ്കിയൻ അപ്രോച്ച് എന്ന് പറയുന്നത് റിയൽ ഇൻകം ഈസ് മെഷർഡ് ഇൻ ടേംസ് ഓഫ് പർച്ചേസിംഗ് പവർ. അതായത് നമ്മൾക്ക് എന്താക്കാൻ പറ്റും, ഇൻഡിഫറൻസ് കർവ് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് സ്ലെറ്റ്സ്കി പറയുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഹിഗ്സിയൻ അപ്രോച്ച് ആണ്. അതും ഞാനിപ്പോ കാണിച്ച പോലെ തന്നെയാണ്, സെയിം തന്നെയാണ്. ഇൻഡിഫറൻസ് കർവ്, നമ്മുടെ ഫസ്റ്റത്തെ ഇൻഡിഫറൻസ് കർവ്, ആദ്യത്തെ ഈ E0 എന്ന് പറയുന്നത് ആദ്യത്തെ പോയിന്റ് ആണ്, അതായത് ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ആ ഒരു ഇക്വിലിബ്രിയം പോയിന്റിൽ P10 ക്വാണ്ടിറ്റിയിൽ P10 പ്രൈസിൽ X10 ക്വാണ്ടിറ്റി കൺസ്യൂമർ X1 കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുന്നു. ഇനി പ്രൈസിൽ ഒരു ഷിഫ്റ്റ് വരുന്നു. ഷിഫ്റ്റ് വരുന്നതിന് ശേഷം ഈ പുതിയൊരു ബജറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് മുകളിലത്തെ വേറെ ഷിഫ്റ്റ് നമുക്കറിയാം, ബജറ്റ് ലൈനിൽ വേറൊരു ഷിഫ്റ്റ് വരും റൈറ്റ് സൈഡിൽ. അതിന് പാരലൽ ആയിട്ട് ഒരു ബജറ്റ് ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. A', B' എന്ന ബജറ്റ് ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത് E1 എന്ന പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. X11 ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി X1 അയാൾ കൺസ്യൂം ചെയ്യുന്നു അറ്റ് എ പ്രൈസ് ഓഫ് P11. ഈ രണ്ട് പോയിന്റ് നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് സ്ലെറ്റ്സ്കിയുടെ ഡിമാൻഡ് കർവ് നമുക്ക്, അല്ലെങ്കിൽ ഡിമാൻഡ് ഫംഗ്ഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇതിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓൺലി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നു. ഇനീഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് E0 ആണ്. AB എന്നുള്ളതാണ് ഫസ്റ്റത്തെ ബജറ്റ് ലൈന്. IC0 U0 എന്നുള്ളതാണ് ഇൻഡിഫറൻസ് കർവ്. ഫസ്റ്റത്തെ ഇക്വിലിബ്രിയത്തിലുള്ള ബജറ്റ് ഇൻഡിഫറൻസ് കർവ്. പിന്നെ X10 ഇസ് ദ കമ്മോഡിറ്റി. നമ്മൾ ആദ്യം കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്നത് X10 ക്വാണ്ടിറ്റി ആണ് അറ്റ് എ പ്രൈസ് ഓഫ് P10. ഇനി പ്രൈസ് ഓഫ് ഓൺലി X1 ഡിക്രീസസ്. ഇറ്റ് ഡിക്രീസസ് ടു P11 പ്രൈസ്. ഇതിലേക്ക് പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ സെയിം ഇൻഡിഫറൻസ് കർവിലേക്ക് മാറേണ്ടത് കൊണ്ട് തന്നെ, അതിൽ സ്റ്റേ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ഫ്ലാറ്റർ ആയിട്ടുള്ള ഒരു പുതിയൊരു ബജറ്റ് ലൈൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അത് E1 എന്ന പോയിന്റിൽ ടാൻജന്റ് ആവുന്നു. അറ്റ് X11 ക്വാണ്ടിറ്റിയാണ് ആ ഒരു പോയിന്റിൽ അയാൾ കൺസ്യൂം ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് നമ്മൾ താഴെ ഡിമാൻഡ് കർവിലേക്ക് കൊണ്ടുവരുമ്പോൾ അതും പഴയ പോയിന്റും ഇക്വിലിബ്രിയം പോയിന്റും നമ്മൾ ഡിമാൻഡ് കർവിൽ കൊണ്ടുവരുന്നു. അത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് കോമ്പൻസേറ്റഡ് ഡിമാൻഡ് കർവ് നമുക്ക് വരക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എക്സ്ട്രാ ആയിട്ട് സ്ലെറ്റ്സ്കിയുടെ അപ്രോച്ചും ഞാൻ ഇത്തിരി ഒന്ന് പറഞ്ഞു തരാം. സ്ലെറ്റ്സ്കിയുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ഹിഗ്സിയൻ അപ്രോച്ച് ഒന്നും ഇത്തിരി ഡിഫറെന്റ് ആണ്. കാരണം അവിടെ ഇൻഡിഫറൻസ് കർവ് എന്താണെന്നില്ല, അതിൽ തന്നെ സ്റ്റേ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ഒരു മെറ്റീരിയൽ ഇല്ല, നിങ്ങൾ ഇത് കാര്യം സീരിയസ് ആക്കേണ്ട ഒരു വിഷയമല്ല. പക്ഷെ എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്, ഈ ഒരു ഏരിയ കവർ ചെയ്തുകൊണ്ട്. സ്ലെറ്റ്സ്കിയൻ അപ്രോച്ചിൽ പറയുന്നത് ഈ ഒരു കോമ്പൻസേഷൻ അവർ ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് മാത്രം നോക്കുകയാണെങ്കിൽ പോലും കൺസ്യൂമർ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് അയാള് അതായത് ആദ്യത്തെ ഇക്വിലിബ്രിയം പോയിന്റ് 6 എന്ന ഇക്വിലിബ്രിയം പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രീതിയിൽ അയാള് ഈ പുതിയ പ്രൈസ് ചേഞ്ച്, അതായത് PQ1 എന്ന പ്രൈസ് ചേഞ്ച് അയാൾ ഷിഫ്റ്റ് ചെയ്യും, ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്യും. സോ ആസ് ടു ടിൽ എ പോയിന്റ് വേർ ഹി ക്യാൻ സ്റ്റിൽ ഗെറ്റ് ദാറ്റ് R, അതായത് പഴയ ബാസ്കറ്റ്, പഴയ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യാനുള്ള രീതിയിൽ അയാൾ ഷിഫ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് സ്ലെറ്റ്സ്കി പറയുന്നത്.
കാരണം ഇവിടെ എന്തില്ല, സ്ലസ്കിയുടെ അപ്രോച്ച് വെച്ചിട്ട് ഈ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് അല്ല, അത് അതുകൊണ്ട് തന്നെ സെയിം ഇൻഡിഫറൻസ് കർവിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ സ്ലസ്കി പറയുന്നത് ഒരു കൺസ്യൂമറിന് സെയിം ഈ ഒരു ബജറ്റ് ലൈൻ, ഈ ഒരു ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റിൽ, അതായത് ഇവിടെ എന്ന് പറയുന്നത് I1 എന്ന പഴയ ഇൻഡിഫറൻസ് കർവിൽ അയാൾക്ക് M1 N1 എന്ന ബജറ്റ് ലൈനിൽ അയാൾക്ക് ആ ഒരു കമ്മോഡിറ്റി, ആ സെയിം ബണ്ടിൽ അയാൾക്ക് അവിടെ കൺസ്യൂം ചെയ്യാൻ പറ്റും. പക്ഷേ ആസ് എ റാഷണൽ കൺസ്യൂമർ നമ്മൾ ആക്സിയം പഠിച്ചിട്ടുണ്ട്, മോർ ദ ഗുഡ് മോർ ഗുഡ്. ആ ഒരു രീതിയിൽ അയാൾ എന്ത് ചെയ്യും, അത് അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവിലേക്ക് അയാൾ മൂവ് ചെയ്യും എന്നിട്ട് ഈ എസ് എന്ന പോയിന്റിൽ, അതായത് I2 ഇൻഡിഫറൻസ് കർവ് ടാൻജന്റ് ആവുന്ന എസ് എന്ന പോയിന്റിൽ അയാൾ കൺസംഷൻ ആ ഒരു ബണ്ടിൽ തിരഞ്ഞെടുക്കും എന്നാണ് സ്ലസ്കീസ് അപ്രോച്ച് പറയുന്നത്. ഈ 6 മുതൽ എസ് വരെയുള്ള ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ അലോങ് ദിസ് ലൈൻ, ഇത് എന്തായി മാറുന്നു, സ്ലസ്കിയുടെ ഡിമാൻഡ് കർവ് ആയിട്ടും മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് കോമ്പൻസേറ്റഡ് ഡിമാൻഡ് കർവ്. ഓക്കെ, താങ്ക് യു.